ഒരു 3 കൊല്ലം മുന്നേ ഈ ഒരു ബുക്ക് എൻ്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് ഒരു ബെൻസ്, ഒരു BMW, ഒരു ലാൻഡ് ക്രൂസർ, ഒരു ഡിഫൻഡർ ഇന്നെൻ്റെ പുരയിലുണ്ടാവും. ഇതൊന്നും ഞാൻ പറയൂല, കാരണം ഈ ബുക്ക് പഠിപ്പിക്കുന്നത് എങ്ങനെ ഒരു ലക്ഷറി കാർ വാങ്ങാമെന്നോ എങ്ങനെ ലക്ഷറി ആയിട്ട് ജീവിക്കാമെന്നല്ല. പകരം എന്താണ് പൈസക്ക് നമ്മുടെ ജീവിതത്തിലുള്ള റോൾ എന്താണ്, നമ്മൾ പൈസ ഏറ്റവും കൂടുതൽ എവിടെയാണ് സ്പെൻഡ് ചെയ്യേണ്ടത്, എല്ലാത്തിനെക്കാട്ടും ഉപരി എന്തുകൊണ്ടാണ് നമ്മുടെ സാലറി കൂടിയിട്ടും വരുമാനം കൂടിയിട്ടും നമുക്ക് പൈസ സേവ് ചെയ്യാൻ പറ്റാത്തത്. ഇതുവരെ ഞാൻ വിചാരിച്ചത് പൈസ എന്ന് വെച്ചാൽ നമുക്ക് വേണ്ടതെല്ലാം വാങ്ങി തീർക്കാനുള്ള ഒരു ടൂളാണെന്നാണ്. പക്ഷെ അങ്ങനെയല്ല എന്നുള്ളത് ഈ ഒരു ബുക്ക് എന്നെ പഠിപ്പിച്ചു. ഇത് വായിച്ചു കഴിഞ്ഞതിന് ശേഷം ഞാൻ എൻ്റെ ജീവിതത്തിൽ ഫൈനാൻഷ്യലി ഒരുപാട് ഡിസിഷൻസ് എടുത്തു. ഞാൻ ഇതുവരെ ചെയ്തുകൊണ്ടിരുന്ന പല മിസ്റ്റേക്കുകളും ഫൈനാൻഷ്യൽ മിസ്റ്റേക്കുകളും പാടെ ഒഴിവാക്കി. അതിനർത്ഥം ഞാൻ ഫൈനാൻഷ്യലി വലിയ സക്സസ്ഫുൾ ആയി എന്നല്ല, പക്ഷെ ഐ വിൽ ബി. പറഞ്ഞു വന്നത്, ഞാൻ ഒരു വീഡിയോ സീരീസ് സ്റ്റാർട്ട് ചെയ്യാണ്. ഈ ബുക്കിൽ നിന്ന് ഞാൻ പഠിച്ച പാഠങ്ങൾ, എനിക്ക് കിട്ടിയ ലെസൺസ് ഷെയർ ചെയ്യുന്ന ഒരു വീഡിയോ സീരീസ്. നിങ്ങൾ ഫൈനാൻഷ്യലി സ്ട്രഗിൾ ചെയ്യുന്ന ഒരാളാണെങ്കിൽ, നിങ്ങൾ ഫൈനാൻഷ്യലി തകർന്നിരിക്കുന്ന ഒരാളാണെങ്കിൽ, ഇനി മുമ്പോട്ടുള്ള വീഡിയോ നിങ്ങൾക്കും കൂടിയുള്ളതാണ്. സോ ഡു ഫോളോ ആൻഡ് ലെറ്റ്സ് അച്ചീവ് ദ റിയൽ ഫൈനാൻഷ്യൽ ഫ്രീഡം ടുഗദർ. ഒരു 3 കൊല്ലം മുന്നേ ഈ ഒരു ബുക്ക് എൻ്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് ഒരു ബെൻസ്, ഒരു BMW, ഒരു ലാൻഡ് ക്രൂസർ, ഒരു ഡിഫൻഡർ ഇന്നെൻ്റെ പുരയിലുണ്ടാവും. ഇതൊന്നും ഞാൻ പറയൂല, കാരണം ഈ ബുക്ക് പഠിപ്പിക്കുന്നത് എങ്ങനെ ഒരു ലക്ഷറി കാർ വാങ്ങാമെന്നോ എങ്ങനെ ലക്ഷറി ആയിട്ട് ജീവിക്കാമെന്നല്ല. പകരം എന്താണ് പൈസക്ക് നമ്മുടെ ജീവിതത്തിലുള്ള റോൾ എന്താണ്, നമ്മൾ പൈസ ഏറ്റവും കൂടുതൽ എവിടെയാണ് സ്പെൻഡ് ചെയ്യേണ്ടത്, എല്ലാത്തിനെക്കാട്ടും ഉപരി എന്തുകൊണ്ടാണ് നമ്മുടെ സാലറി കൂടിയിട്ടും വരുമാനം കൂടിയിട്ടും നമുക്ക് പൈസ സേവ് ചെയ്യാൻ പറ്റാത്തത്. ഇതുവരെ ഞാൻ വിചാരിച്ചത് പൈസ എന്ന് വെച്ചാൽ നമുക്ക് വേണ്ടതെല്ലാം വാങ്ങി തീർക്കാനുള്ള ഒരു ടൂളാണെന്നാണ്. പക്ഷെ അങ്ങനെയല്ല എന്നുള്ളത് ഈ ഒരു ബുക്ക് എന്നെ പഠിപ്പിച്ചു. ഇത് വായിച്ചു കഴിഞ്ഞതിന് ശേഷം ഞാൻ എൻ്റെ ജീവിതത്തിൽ ഫൈനാൻഷ്യലി ഒരുപാട് ഡിസിഷൻസ് എടുത്തു. ഞാൻ ഇതുവരെ ചെയ്തുകൊണ്ടിരുന്ന പല മിസ്റ്റേക്കുകളും ഫൈനാൻഷ്യൽ മിസ്റ്റേക്കുകളും പാടെ ഒഴിവാക്കി. അതിനർത്ഥം ഞാൻ ഫൈനാൻഷ്യലി വലിയ സക്സസ്ഫുൾ ആയി എന്നല്ല, പക്ഷെ ഐ വിൽ ബി. പറഞ്ഞു വന്നത്, ഞാൻ ഒരു വീഡിയോ സീരീസ് സ്റ്റാർട്ട് ചെയ്യാണ്. ഈ ബുക്കിൽ നിന്ന് ഞാൻ പഠിച്ച പാഠങ്ങൾ, എനിക്ക് കിട്ടിയ ലെസൺസ് ഷെയർ ചെയ്യുന്ന ഒരു വീഡിയോ സീരീസ്. നിങ്ങൾ ഫൈനാൻഷ്യലി സ്ട്രഗിൾ ചെയ്യുന്ന ഒരാളാണെങ്കിൽ, നിങ്ങൾ ഫൈനാൻഷ്യലി തകർന്നിരിക്കുന്ന ഒരാളാണെങ്കിൽ, ഇനി മുമ്പോട്ടുള്ള വീഡിയോ നിങ്ങൾക്കും കൂടിയുള്ളതാണ്. സോ ഡു ഫോളോ ആൻഡ് let's achieve the real financial freedom together.